കോട്ടയം കുമാരനെല്ലൂരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഭർത്താവ് ജയനായി അന്വേഷണം ഊർജിതം. പ്രതിയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, ഇന്നലെ ഉച്ചയ്ക്കാണ് നമ്മൾ ആ ദൃശ്യങ്ങളും ആ പ്രതികരണങ്ങളും പുറത്തേക്ക് വിട്ടത്. അങ്ങേറ്റ സങ്കടകരമായ സാഹചര്യമാണ്. ഈ ജയൻ എവിടെ എന്ന സൂചന ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ ജയന്റെ മറ്റു ബന്ധുക്കളോ വീട്ടുകാരോ ഈ സംഭവത്തിൽ സാക്ഷികളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ അറിവുള്ളവരോ അതിന് മൗനമായെങ്കിലും അതിനൊപ്പം കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടോ? യുവതിയുടെ പ്രതികരണത്തിൽ കുറെ ബന്ധുക്കളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഗോകുൽ, ഇയാളെ കണ്ടെത്താനുള്ള അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബന്ധുക്കളായിട്ടുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇതിന് ഒരു പരിഹാരം കാണാൻ അല്ലെങ്കിൽ അത് തടയാൻ ഈ അടുത്ത ബന്ധുക്കളൊക്കെ തയ്യാറാകാതിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ യുവതിയുടെ മൊഴി വിശദമായിട്ട് രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇയാൾ അധികം ദൂരത്തൊന്നും പോയി കാണത്തില്ല, എവിടെയെങ്കിലും മാറി ഈ കേസ് വന്നതിന് പിന്നാലെ മാറി നിൽക്കുന്നതാണെന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും വേഗം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. യുവതി എന്തായാലും ഈ കേസിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ക്രൂരപീഡനം നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഗതികെട്ടിട്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതും ഇത് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതും. എന്തായാലും ഇനി കേസുമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഈ യുവതിയുള്ളത്. വരും ദിവസങ്ങളിൽ അതിൽ കൂടുതൽ നിലപാടുകൾ, ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനും യുവതി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കില്ല. പലതവണ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ ഉണ്ടായപ്പോഴും ക്ഷമിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയതാണ്. എന്നാൽ ഇനി അത്തരത്തിലുള്ള ഒരു നിലപാടില്ല എന്നാണ് ആ യുവതിയും പറയുന്നത്. തീർച്ചയായും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ജയിലിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. 4 വർഷം നീണ്ട ആ മർദ്ദനം, അത് മറ്റാരും ഇടപെടാതിരുന്നത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ മുൻപ് പലതവണ കേസ് കൊടുക്കുമ്പോഴും എല്ലാം കോംപ്രമൈസ് ആക്കുന്ന രീതിയായിരുന്നു ജയന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ യുവതിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്ര കൊടിയ മർദ്ദനത്തിൽ ആരും ഇടപെട്ടില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ജയന് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസും അന്വേഷണ സംഘവും. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.